ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഇഫ്താറിൻ്റെ സമയത്ത് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം, കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ 2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. കോക്കനട്ട് ഓയിലായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നെയ്യ് ആയാലും കുഴപ്പമില്ല. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ചപ്പാത്തിയെക്കാട്ടിയും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാക്കിയെടുക്കാം. ചൂടുവെള്ളമൊന്നുമല്ല, സാധാ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് സോഫ്റ്റ് ആക്കി എടുക്കണമെന്നൊന്നുമില്ല, കുറച്ചൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിൽ നിന്നും ബോൾസ് ആക്കിയെടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് എണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുള്ള ഓരോ ബോൾസും വെച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഈ ബോൾസ് എല്ലാം നന്നായിട്ടൊന്ന് എണ്ണ കോട്ട് ചെയ്തെടുക്കാം. ഡ്രൈ ആയി പോകാതിരിക്കാനാണ്, നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ്. മൊത്തത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ മതിയാവും. ഇത് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ അകത്തേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കുന്നത് വരെ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 ഏത്തപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും അതുപോലെ ഒരു 3-4 ചെറിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാനിലേക്ക് ഇനി ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ യൂസ് ചെയ്യാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ മുന്തിരിയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പഴവും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ മധുരം പഴത്തിൻ്റെ എത്രത്തോളം മധുരം ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് നല്ല പഴുത്ത പഴം എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിലേക്ക് ഒരു കൈ നിറയെ തേങ്ങ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 4-5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് ചെറി ചേർത്ത് കൊടുത്താൽ മതി. ചെറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റിയാണ്. ഇനി ഇത് ചൂട് പോകാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇനി ഈ ബോൾസ് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് പാടൊന്നുമില്ല ഇത് പരത്തിയെടുക്കാനായിട്ട്. കൈകൊണ്ട് ഇതേപോലെ പ്രസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു റോളർ ഉപയോഗിച്ചിട്ട് പരത്തിയെടുത്താലും മതി. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ വലിച്ചാൽ തന്നെ ഇത് നന്നായിട്ട് നൈസായിട്ട് വരും. ഒരു അയണിൻ്റെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രൈ ആക്കി എടുക്കാൻ ഒരുപാട് ഓയിലൊന്നും വേണ്ട. എന്നിട്ട് ഈ പരത്തിയിട്ടുള്ള ഇത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് 2 സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഉടനെ തന്നെ വെക്കണം. ഇത് അങ്ങ് കുക്കായി പോയിട്ട് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കരുത്. ഉടനെ തന്നെ വെക്കണം. എന്നിട്ട് ഇത് മടക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇത് മടക്കുമ്പോൾ കറക്റ്റായിട്ട് അത് മടങ്ങി കിട്ടില്ല.
ഇതേപോലെ ഒരു ബോക്സ് പോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ 2 സൈഡിൽ നിന്നും മടക്കിയിട്ട് മറ്റേ സൈഡിൽ നിന്ന് ഒന്ന് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ ഇരുന്നോളും, ഇളകി പോകത്തൊന്നുമില്ല. ഒരിത്തിരി ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഒരുപാട് എണ്ണയും ബട്ടറും ഒന്നും ആവശ്യമില്ല, കുറച്ച് മാത്രം മതി. ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ഓയിൽ കുറയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഒരെണ്ണം ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇതേപോലെ ഒരു ചപ്പാത്തി റോൾ ചെയ്യുന്ന റോളർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുത്താലും മതി. പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഇത് പാനിലേക്ക് വെച്ചിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. റൗണ്ട് ഷേപ്പിൽ തന്നെ ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ മടക്കാനുള്ളതായതുകൊണ്ട് നല്ല ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കനത്തെ പരത്തരുത്. സൈഡിൽ നിന്നെല്ലാം ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ സ്നാക്കും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ല്. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട. താങ്ക് യു.